ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത്, നമ്മളെല്ലാവരും തന്നെ നമ്മുടെ മൊബൈലിൽ ടൈപ്പിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് ഈ കീബോർഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ കീബോർഡിൽ നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവും, ചിലരുടെയൊക്കെ കീബോർഡ് സെറ്റിങ്സിൽ വന്നിട്ട് അതിനകത്ത് ഓരോ പിക്ചർ, ചിലപ്പോൾ അവരുടെ പിക്ചർ കാണാനായിട്ട് സാധിക്കാനാണെന്നുണ്ടെങ്കിൽ മറ്റ് അവർക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലുമൊക്കെ പിക്ചർ ആ കീബോർഡിനകത്ത് സെറ്റ് ചെയ്തിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ ചിലവരിത് സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, മറ്റ് ആപ്ലിക്കേഷൻസ് പ്ലേ സ്റ്റോറിൽ നിന്നൊക്കെ ഡൗൺലോഡ് ചെയ്ത് അങ്ങനെയാണ് അവർ പിക്ചറിൽ നിന്ന് മറ്റും കാര്യങ്ങളൊക്കെ ചിലവർ ഈ കീബോർഡിൽ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ ആപ്ലിക്കേഷൻ്റെ ഒന്നും ആവശ്യമില്ലാതെ തന്നെ, നമുക്ക് ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാതെ തന്നെ നമ്മുടെ മൊബൈലിൽ സെറ്റിങ്സ് മാറ്റി കൊടുത്തിട്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ ഫോട്ടോസ് ആയാലും അല്ലെങ്കിൽ മറ്റ് ഫോട്ടോസൊക്കെ നമുക്കിതിനായിട്ട് വാൾപേപ്പറായിട്ട് ഇതിനകത്ത് സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ അതെങ്ങനെ ചെയ്യാമെന്നതിനെ കുറിച്ചിട്ടുള്ള കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ കൂടെയുള്ള ബെല്ലൈക്കണിൽ കൂടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ എൻ്റെ മൊബൈലിലുള്ള ടൈപ്പിങ്ങിൻ്റെ കീബോർഡ് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് നോക്കുമ്പോഴത്തേക്ക് കുറേ ഓപ്ഷൻസ് കാണുന്നുണ്ട്. സ്റ്റിക്കറിനായാലും ഗിഫ്റ്റിനായാലും അങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഈ കീബോർഡ് വന്നിട്ട് ബോർഡ്, അതായത് നമ്മുടെ മൊബൈലിൽ എല്ലാവരുടെ മൊബൈലിൽ ഈ കീബോർഡ് തന്നെയാണ് ഫസ്റ്റ് അവൈലബിൾ ആയിട്ട് കാണുന്നത്. അപ്പോൾ ആ കീബോർഡാണ് ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഫസ്റ്റത്തെ ഓപ്ഷനൊക്കെ വന്നിട്ട് നമുക്ക് ഗിഫ്റ്റ്, അതായത് സ്റ്റിക്കറൊക്കെ സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അടുത്ത് ഇവിടെ ഒരു ഓപ്ഷൻ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്, സെറ്റിങ്സിൻ്റെ. അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. സെറ്റിങ്സിൻ്റെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഇവിടെ കുറേ ഓപ്ഷൻസ് നമുക്കിവിടെ എനാബിളായിട്ട് വരും. അതിൽ തീം എന്ന് പറഞ്ഞിട്ട് മൂന്നാമത്തെ ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്കിവിടെ ഒത്തിരി പിക്ചറും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാനായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. നമുക്കിപ്പോൾ ഇവിടെ കാണുന്ന പിക്ചറൊക്കെ വന്നിട്ട് നമുക്കത് മൊബൈലിൽ ഡാറ്റ യൂസ് ചെയ്ത് ഡൗൺലോഡ് ചെയ്ത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇപ്പം നമുക്ക് നമ്മുടെ ഫോട്ടോസോ അല്ലാന്നുണ്ടെങ്കിൽ മറ്റ് വേറെ ഏതെങ്കിലും ഫോട്ടോസ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഫസ്റ്റ് കാണുന്ന പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാനിപ്പോൾ എൻ്റെ മൊബൈലിൽ ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് അതിൽ ഒരു ഫോൾഡറിൽ ചൂസ് ചെയ്തെടുത്ത് ഒരു ഫോട്ടോ സെലക്ട് ചെയ്യുകയാണ്. ഇപ്പോൾ ഞാനിവിടെ ഒരു ഫോട്ടോ ചൂസ് ചെയ്തിട്ടുണ്ട്. ഇനി അവിടെ നെക്സ്റ്റ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്തിട്ട് ഇവിടെ നമുക്ക് ആ ഫോട്ടോ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ ബ്രൈറ്റ്നെസ് എങ്ങനെ നമുക്ക് കീബോർഡിൽ കാണണമെന്നുള്ളത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ അത് ഫുള്ളും കൂട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിവിടെ അപ്ലൈ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മുടെ ഫോട്ടോ അവിടെ എനേബിളായിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ കീബോർഡിനകത്ത്. ഇനി നമുക്കതൊന്ന് ഓപ്പൺ ആക്കി നോക്കാം. കണ്ടില്ലേ, ഇപ്പോൾ എൻ്റെ കീബോർഡിൽ വന്നിട്ട് ആ ഒരു പിക്ചർ അവിടെ അതിനകത്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ ആ കീബോർഡ് കാണാൻ കുറച്ചും കൂടെ നല്ല രസമായിട്ട് തോന്നുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ഇത്രയും സിമ്പിളായിട്ട് നിങ്ങളുടെ കീബോർഡിനകത്ത് നിങ്ങളുടെ ഫോട്ടോസോ അല്ലാന്നുണ്ടെങ്കിൽ മറ്റേതെങ്കിലുമൊക്കെ ഫോട്ടോസൊക്കെ സെറ്റ് ചെയ്ത് നമ്മുടെ കീബോർഡിൻ്റെ ഭംഗി കുറച്ചുകൂടെ വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കും. ഇതിന് മറ്റേ ആപ്ലിക്കേഷൻ്റെ യൂസോ അങ്ങനെ ഒന്നും വരുന്നില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈലിലെ ഒരു സെറ്റിങ്സ് മാറ്റി കൊടുത്താൽ മാത്രം മതി. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങളും ഡൗട്ടുകളൊക്കെ നിങ്ങൾക്ക് ഇനി കമൻറ്റ് മുഖേന രേഖപ്പെടുത്താം. പിന്നെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം ID കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഫോളോ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഫോളോ ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റുകളൊക്കെ നിങ്ങൾക്ക് അവിടെ വന്ന് ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. പിന്നെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ പിന്നെയും വരുന്നതായിരിക്കും. താങ്ക്